ദേ ദൈവത്തോർത്ത് പുറത്തോട്ട് വരരുത്. ഞാൻ ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിച്ചു വിട്ടോട്ടെ. 10-25 വയസ്സാവാറായി. കൂടെ പഠിച്ച പിള്ളേരെല്ലാരും അവളുടെ കൂട്ടുകാരെല്ലാരും കല്യാണവും കഴിഞ്ഞു. ഈ കല്യാണമെങ്കിലും എങ്ങനെയെങ്കിലും നടത്തണം. ഞാൻ പുറത്തോട്ട് വരൂലടി, നീ പേടിക്കണ്ട. ആ അതാണ് ചേട്ടനും എനിക്കും നല്ലത്. അമ്മേ, വല്യമാൻ പുറത്തോട്ട് വരുമോ? എങ്കിൽ പിന്നെ ഈ കല്യാണം മുടങ്ങിട്ടാ. ഇല്ല, ഇനി ചേട്ടൻ പുറത്തോട്ട് വന്നിട്ട് നിന്റെ ഇനി കല്യാണം മുടങ്ങണ്ട. ചേട്ടൻ എന്തായാലും വരൂല, ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഇതങ്ങനെ ഒന്നും മുടങ്ങില്ല അമ്മേ. ഞാനും എൻ്റെ രാഹുലേട്ടനും ഇത് ശരിക്കും അങ്ങോട്ട് ഉറപ്പിച്ചതാ. ഇതുപോലെ തന്നെയാണ് അന്നും പറഞ്ഞത്. എന്നിട്ട് അവര് വന്ന് പെട്ടെന്ന് എന്നെ ഭാഗയ. അതെന്റെ ട്രൂ ലവ് ആയിരുന്നില്ല മുത്തശ്ശി. ഞാനൊന്ന് ചോദിച്ചോട്ടെടി മോളെ, കിത്തനാ ട്രൂ ലവ് ഹോ തുംകോ? വൺ ആൻഡ് ഓൺലി ട്രൂ ലവ്. അതാണ് എൻ്റെ രാഹുൽ ഏട്ടൻ. ആ, അമ്മയുടെ മോള് തന്നെ. അമ്മേ, അമ്മ വലിയ വിശേഷത്തിനൊന്നും നിൽക്കണ്ട. അവര് വന്നു കഴിയുമ്പോ ഇനിയിപ്പൊ വിശേഷം പറഞ്ഞടങ്ങുന്നുണ്ടെങ്കിൽ അമ്മ ചെവിട്ടിലെ സാധനം വെക്കാൻ മറക്കരുത് കേട്ടാ. ചെവിയില് സുനി ഇല്ലെങ്കിൽ എനിക്ക് നല്ലോണം കേക്കാടിപ്പാ. നല്ലോണം കേക്കണുണ്ട്, അതറിയാം. കഴിഞ്ഞ ദിവസം പട്ടി സുരേഷ് വന്നിട്ടേ ഇവിടെ തുമ്പ ചോദിച്ചപ്പോ തുമ്പിനെ പിടിച്ചു കൊടുത്ത ആളാണ് ഈ അമ്മ. അത് ചെറിയൊരു മിസ് അണ്ടർവെയർ പറ്റിയതാണ്. എന്റെ പൊന്നു മുത്തശ്ശി, മിസ് അണ്ടർവെയർ അല്ല, മിസ് അണ്ടർസ്റ്റാൻഡിങ്. ദൈവത്തോർത്ത് അവര് വരുമ്പോ ഇംഗ്ലീഷിൽ സംസാരിക്കരുത്. എടി മോളെ, ഞാനേ പഴയ 10ാം ക്ലാസ് ആണ്. നീയും നിന്റെ അമ്മയൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഞാൻ 10ാം ക്ലാസ് പാസ്സായതാണ്, വിത്ത് 2nd ക്ലാസ്. എന്റെ പൊന്നു മുത്തശ്ശി, മുത്തശ്ശി ഇജാതി തള്ളിറക്കല്ലേ. 2nd ക്ലാസ്സേ, ഒന്ന് പോടന്ന്. ആഹാ, നിനക്ക് സംശയം ഉണ്ടാ? എന്നാലേ 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്ന് എന്റെ പേപ്പറിന്റെ ചെറിയ കഷ്ടം ഞാൻ ഇപ്പൊ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാനതിപ്പോ എടുത്തോണ്ട് വരാം. എന്റെ പൊന്നമ്മേ, ഒന്നും വേണ്ട. അമ്മ അവിടെ അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരിക്കി. അവള് വെറുതെ പറയണല്ലേ. എടി, എന്തൊക്കെ പറഞ്ഞാലും നിന്നേക്കാ വിവരം എനിക്കുണ്ട്, നിന്റെ തള്ളേക്കാളും വിവരം എനിക്കുണ്ട്. ഞാനേ 15 साल तुम्हारे दादाजी के साथ हैदराबाद में रहते थे. എന്റെ പൊന്നമ്മേ, അത് വരുന്നവരെ അറിയിക്കണോ? അമ്മക്ക് ഹിന്ദിയും ഇംഗ്ലീഷും മലയാളം ഒക്കെ അറിയാന്ന് എനിക്കറിയാല്ല. ഇനി അവരെ കൂടി അത് അറിയിക്കണ്ട. അമ്മ അവരെന്തെങ്കിലും ചോദിച്ചാൽ മലയാളത്തിൽ മറുപടി കൊടുത്താൽ മതി. ഓ, ഞാനൊന്നും പറയണില്ല എന്റെ പൊന്നോ. കൊച്ചുബീവനോ കൊച്ചുബി. ഇത് ശരിക്കുള്ള ഹിന്ദി തന്നെയാണ് മുത്തശ്ശി. ഞാൻ പഠിച്ച സ്കൂളിലൊന്നും ഇതുപോലെ ഹിന്ദി കേട്ടിട്ടില്ല. അരെ ബാപ് രേ, ചുപ് രഹോ സാലേ കുത്തേ കാ മീനെ ഉല്ലു കാ പട്ട. ആ, ഈ പറഞ്ഞൊക്കെ എവിടെ കണ്ട് കേട്ട പോലെ ഉണ്ട്. ഓ എടി, നീയെങ്കിലും അവ അടച്ചൊന്നും മിണ്ടാതിരിക്കടി. ആ, നിങ്ങൾ 11 മണിക്ക് എത്തുന്നാണല്ലോ പറഞ്ഞത്. എന്നിട്ട് എന്തു പറ്റി വൈകിയത്? അത് ഇറങ്ങാനായിട്ട് നിന്നപ്പോഴേ നോക്കിയപ്പോ വണ്ടിയുടെ ടയർ പഞ്ചറായിരിക്കണം. പിന്നെ യൂബർ വിളിച്ചാണ് ഇങ്ങോട്ട് പോകുന്നത്. ദുശകനാണല്ലോ തമ്പുരാനെ. എന്താ അമ്മ പറഞ്ഞത്? അതെ, ദൂരദർശൻ വെച്ചാലോ എന്ന് പറയായിരുന്നു. അമ്മ ഇങ്ങനെയാണ്, സ്ഥിരം ഇങ്ങനെ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഈ ടിവിയും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിപ്പാണേ. വേറെ പണിയൊന്നുമില്ല ഇവിടെ. ഓ, രണ്ടുപേർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഈ മുകളിലാ പുറത്താ പോയി സംസാരിച്ചോ. ഇനി എന്ത് സംസാരിക്കാൻ? സംസാരിച്ചല്ലേ നമ്മളെല്ലാരും കൂടി ഇരുന്ന് സംസാരിക്കേണ്ട അവസ്ഥ വന്നത്. ഈ അമ്മ, അവർക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ഉണ്ടാവൂലേ അമ്മേ? പിള്ളേരല്ലേ, സംസാരിക്കട്ടെ. മോളെ, മോനെയും കൂട്ടി പുറത്തോ അല്ലെങ്കിൽ മോളിപ്പോ ചെല്ലി വാ രാഹുലേട്ടാ. പാവാ ചെറുക്കൻ പുറകെ പോടാണ്ടില്ലേ, എല്ലും കഷ്ണം നോക്കി പട്ടി പോകുന്ന പോലെ ചെക്കൻ്റെ ജീവിതം പോയി. എന്താണ് അമ്മ പതുക്കെ പറയണത്? എനിക്ക് മനസ്സിലാവണില്ല. അമ്മ ഇങ്ങനെയാണേ, ഒറ്റയ്ക്ക് ഇരുന്ന് എന്തെങ്കിലും ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കും. കാര്യാക്കണ്ട. ആ, ചേച്ചിക്ക് അപ്പൊ എന്തെങ്കിലും ജോലി ഉണ്ടോ? ഇല്ല. എന്താ ചോദിച്ചത്? അല്ല, അപ്പൊ പിള്ളേരുടെ അച്ഛൻ മരിച്ചതിന് ശേഷം പിള്ളേരുടെ പഠിത്തവും ജീവിതവും ഒക്കെ അതെങ്ങനെയാണ് കൊണ്ടുപോയത്?
ചേച്ചി എൻ്റെ ഭർത്താവേ മരിക്കണവരെ ദുബായിലാണ് ജോലി ചെയ്തിരുന്നത്. മരിച്ചതിന് ശേഷവും ഒരല്ലലില്ലാതെ ഞങ്ങളുടെ ജീവിതം പോകാൻ പറ്റാൻ കാരണം പ്രവാസിയായിരുന്നപ്പോൾ പുള്ളി എടുത്തൊരു ടേം ഇൻഷുറൻസ് ആണ്. അതുകൊണ്ട് എൻ്റെ മോനാണെങ്കിലും ദുബായിൽ ജോലിക്ക് പോയപ്പോൾ ഞാൻ ആദ്യം എടുപ്പിച്ചത് ടേം ഇൻഷുറൻസ് ആണ്. ടേം ഇൻഷുറൻസാ? അതെന്താണ് ചേച്ചി? ഇൻഷുറൻസ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ പൈസയൊക്കെ അല്ലേ കിട്ടുള്ളൂ, അതുകൊണ്ടൊക്കെ ഇത്രയും വർഷമൊക്കെ ജീവിക്കാൻ പറ്റുമോ? അത് ടേം ഇൻഷുറൻസ് എടുത്താലേ എൻ്റെ ഭർത്താവ് മരണപ്പെട്ട പോലെ ആ എടുത്ത ആൾ മരണപ്പെട്ടാൽ 2 കോടി രൂപ പോലുള്ള വലിയ തുക നമുക്ക് നഷ്ടപരിഹാരമായിട്ട് കിട്ടും. ഇങ്ങനെ കോടിക്കണക്കിന് രൂപ കിട്ടണമെങ്കിൽ അപ്പൊ പൈസയും അതുപോലെ അടക്കണ്ടേ മാസം മാസം? ഇല്ലില്ല, വലിയ തുകയൊന്നും വേണ്ട. ഇപ്പൊ പ്രവാസികൾക്കാണെങ്കിൽ നാട്ടിൽ നിന്നും പുറത്തു നിന്നും എടുക്കുന്നതിനേക്കാളേ 30-50% വരെ വിലക്കുറവിൽ ടേം ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. പിന്നെ മാസ പ്രീമിയം ഒരു 679 രൂപയൊക്കെ മുതൽ തുടങ്ങുന്ന പ്ലാനുകളും ഉണ്ട്. അത്രേ കൊള്ളാം. അപ്പൊ ചേച്ചിയുടെ കെട്ടിയോനെ എങ്ങനെയാണ് അത് എടുത്തിരുന്നതെന്നൊക്കെ അറിയോ? എൻ്റെ ചേച്ചിയുടെ മോനെ അടുത്ത മാസം ദുബായിലേക്ക് ജോലിക്ക് പോണേന്ന്. അപ്പൊ അവന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയായിരുന്നു. ഞാനൊരു ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. ഇതിൽ പോയാൽ ഇന്ത്യയിലെ വിവിധ കമ്പനികളുടെ പ്ലാനുകളൊക്കെ നോക്കി നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. പിന്നെ വർഷാവർഷം ഒന്നിച്ച് പ്രീമിയം അടച്ച 5% വരെ ഡിസ്കൗണ്ടും ഉണ്ട്. കേട്ടിട്ട് കൊള്ളാല. പക്ഷെ ഇതിന്റെ പൈസ കിട്ടാൻ ഇതിന്റെ പുറകെയൊക്കെ കുറെ നടക്കേണ്ട വരുമോ? ഇതിനൊക്കെ അവരുടെ ടോൾ ഫ്രീ നമ്പറിലേക്ക് ഒന്ന് വിളിച്ച് എംബസി അറ്റസ്റ്റ് ചെയ്ത ഡെത്ത് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതിനു വേണ്ടി അവർ ഏർപ്പെടുത്തി തരുന്ന ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജർ നോക്കിക്കോളും. എളുപ്പത്തിൽ ക്ലെയിമിന്റെ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. പ്രവാസിയാണോ എങ്കിൽ നാട്ടിലൊരു ടേം ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. മോന്റെ അച്ഛന്റെ നാട് എവിടെ ഇരുന്നപ്പാ? കാടാ? അതങ്ങ് ചേർത്തലയിലാണ്. തലയിലിരിക്കാൻ ഇവരെന്താണ് പേന? അപ്പോ മോന്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ എത്ര കൊല്ലായി? എൻ്റെ മോൻ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയിരിക്കുമ്പോ പോയതാ. എങ്ങോട്ടാണ്? അതമ്മേ പുള്ളി മരിച്ചുപോയ കാര്യം പറഞ്ഞതാ. പുളിമരത്തുമ്പോ കേറുന്ന കാര്യോ? എനിക്ക് പറ്റൂല. ഈ വയസ്സാം കാലത്ത് പണ്ടൊക്കെ കേറിയിട്ടുണ്ട്. ആ പെണ്ണിനോട് അതാവുമ്പോ മരം കേറിയാണല്ല. ഈ അമ്മ ചെവിട്ടിൽ വെച്ചിരുന്ന സാധനേ പോയിന്നോന്നാണ്. ചെവിക്കല്ലടിച്ചു പൊട്ടിക്കാൻ ആ പെണ്ണോട് പറയണ? ആഹാ, എൻ്റെ അമ്മേ ചെവിയിൽ വെച്ചിരുന്ന സുനി എന്തിയേ? ഏതു സുനി? നീ പണ്ട് ട്യൂഷൻ ക്ലാസ്സിൽ വെച്ച് പ്രേമലേഖനം കൊടുത്ത സുനി. അവനെന്തു പറ്റി? ഒന്നും മിണ്ടാതിരിക്കാവോയെ? അതിന് ഞാനിവിടെ ഇരിക്കല്ലേടി, നിനക്ക് കണ്ടൂടെ? കണ്ണും കിട്ടൂടെ? ഷോയാ? ഞാനാ ഷോ? എന്തേടി നിനക്ക് വയ്യ? അവനെ വിളിക്കണോ? എന്റെ പൊന്നമ്മയൊന്നും മിണ്ടാതിരി. ഓ അതാണ്. എന്നാ പിന്നെ പറഞ്ഞാ പോരെ, വാ പറഞ്ഞു. അമ്മ ഇങ്ങനെയാണ്, ഓരോന്ന് ഇങ്ങനെ വെളിവില്ലാണ്ട് പറഞ്ഞോണ്ടിരിക്കും. ഒന്നും തോന്നല്ലേ കേട്ടാ. ഇല്ല, കുഴപ്പമൊന്നുമില്ല. എൻ്റെ വീട്ടിലുണ്ട് ഇതുപോലെ ഒരു അമ്മ, എൻ്റെ സ്വന്തം അമ്മേ. ചെവിക്ക് ഇതേപോലെ തന്നെ പുറകോട്ടാണ്, അതുപോലെ തന്നെ ചെറിയ മറവി രോഗമുണ്ട്. അപ്പൊ സെയിം പിച്ച്. എന്നെ പിച്ചാൻ പറഞ്ഞിരുത്തി, അവള് ചിരിക്കുകയും ചെയ്യണ്. ഇതൊരു നടക്ക് പോണ ലക്ഷണം ഇല്ല. നമ്മുടെ ബന്ധം ഇത്രയൊക്കെ ആയിട്ട് വളരുമെന്ന് ഞാൻ കഴിഞ്ഞതിന് മുന്നത്തെ ആഴ്ച മെസ്സേജ് അയച്ചപ്പോ ഓർത്തില്ല. അതെ, ഞാനും വിചാരിച്ചില്ല അന്നൊരു മെസ്സേജ് അയച്ചപ്പോ ഇതേപോലെ വന്ന് നിൽക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുമെന്ന്. എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എൻ്റെ അമ്മയാണ്, അറിയാല്ല. എൻ്റെ ചേച്ചി ഭർത്താവിൻ്റെ ഒപ്പം ഭൂട്ടാനിലാണ്. അവര് ലീവിന് വരുമ്പോ ആയിരിക്കും നമ്മുടെ കല്യാണം. അപ്പൊ കൊറേ കാലം കാത്തിരിക്കേണ്ടി വരുമോ? അയ്യോ ഇല്ലില്ല, അവര് ഒരു 6 മാസത്തിനുള്ളിൽ വരും. പിന്നെ എൻ്റെ അമ്മ അതിന് മുന്നേ കല്യാണം കഴിക്കാൻ പറഞ്ഞ ഞാൻ റെഡിയാട്ടോ. എനിക്ക് എൻ്റെ അമ്മയാണ് എല്ലാം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ടായിരുന്നു. എന്താണെങ്കിലും മടി കൂടാതെ പറഞ്ഞു. എൻ്റെ ആകെയുള്ളൊരാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബർ ആവണം എന്നാണ്. ഇങ്ങനെ വീട്ടിലടക്കുന്ന കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എൻ്റെ വീഡിയോ വരാതെ ആരും വീട്ടിൽ കഞ്ഞി പോലും വെക്കരുത്. അതാ എൻ്റെ ആഗ്രഹം, എൻ്റെ പ്രാർത്ഥനയും. അപ്പം നമ്മുടെ കല്യാണം കഴിയുന്നതോടുകൂടി ഓരോ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ നമ്മുടെ വിരുന്ന് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇടണം. അങ്ങനെ
കൊറേ കൊറേ ബ്ലോഗ് ഇറക്കണം. അത്ര ഉള്ള അത് നമുക്ക് സെറ്റാക്കാം. നമ്മുടെ എൻഗേജ്മെന്റ് ഡേ തന്നെ നമ്മുടെ രണ്ടുപേരുടെയും പേര് വെച്ചിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം. വെറൈറ്റി ആഗ്രഹമുള്ള മോളെ, എന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവൂട്ടാ. എനിക്ക് ആകെ ഒരു ആഗ്രഹമേ ഉള്ളൂ, എൻ്റെ അമ്മനെ നന്നായിട്ട് നോക്കണ ഒരു പെണ്ണായിരിക്കണം എൻ്റെ ഭാര്യ. എൻ്റെ അച്ഛനാണെങ്കിലേ പോയതിന് ശേഷം അമ്മ അത്രയും കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്. ഞാൻ നോക്കാതിരിക്കോ ചേട്ടാ? ചേട്ടൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയല്ലേ? ഇപ്പോഴേ അതെൻ്റെ അമ്മ തന്നെയാ. യെസ്, ഇതുപോലൊരു ഭാര്യനെയാണ് ഞാൻ ആഗ്രഹിച്ചത്. നിങ്ങളിവിടെ 3 പേര് മാത്രമേ ഉള്ളോ? ആ അതെ അതെ, ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ ഇവിടെ. മോളുടെ അച്ഛൻ പൂനെയിലാണ് വർക്ക് ചെയ്യണത്. ഇടക്ക് ഒരു 6 മാസം 7 മാസം ഒക്കെ കൂടുമ്പോ വരും. ഇതപ്പോ ചേച്ചിയുടെ അമ്മയാണോ അല്ലെങ്കിൽ അമ്മായിയമ്മയാണോ? ഇതെന്റെ അമ്മയാണ്. എൻ്റെ അമ്മായിയമ്മ പണ്ടേ കാഞ്ഞുപോയി, അല്ല മരിച്ചുപോയി. അവനെ വിളിക്കണ്ടവരും. ഒരു മോളും കൂടി ഇല്ലേ മൂത്തത്? അവളെവിടെയാണ് കെട്ടിച്ചിട്ടേക്കണത്? അവളെ പട്ടിക്കാട്ടിലാണ് കെട്ടിച്ചിട്ടേക്കണത്. ആ അവള് പട്ടിന്ന് വിളിച്ചിട്ട് കിണിച്ച് നിൽക്കണം. ഇവക്ക് ബോധമില്ല. മരുമോന് അപ്പൊ എന്താ ജോലി? അവൻ ഭൂട്ടാനിലാണ് വർക്ക് ചെയ്യണത്. കൂട്ടിലിടാൻ പട്ടിക്കുഞ്ഞ. അമ്മക്ക് നമ്മൾ സംസാരിക്കണമൊന്നും മനസ്സിലാവുന്നില്ല എന്നാണ് തോന്നണല്ലേ? ഇടയ്ക്ക് ഇങ്ങനെയാണ്, നമ്മളെ സംസാരിക്കണൊക്കെ ചുണ്ടനൊക്കെ നോക്കി ശ്രദ്ധിച്ചിരിക്കും. ചെവിയിലൊരു സാധനം വെക്കണുണ്ടേ, കേൾവിക്കുറവുണ്ട്. അപ്പൊ ആ സാധനം ഇപ്പൊ ചെവിയിൽ വെച്ചിട്ടില്ലെന്ന് തോന്നണ്. അതാണ്, അല്ലെങ്കിൽ എല്ലാത്തിനും മറുപടി ഇങ്ങനെ വന്നേനെ. ഇടക്ക് പിന്നെ ചെവി കേൾക്കാത്തോണ്ട് ഉപകാരമുണ്ട്. വലിയ വലിയ കാര്യത്തിലൊന്നും ഇടപെടൂലല്ല. കൊറേ നേരെ രണ്ടും കൂടി എന്നിട്ട് കളിയാക്കാൻ തുടങ്ങിയിട്ട് നിനക്കിട്ടൊരു പണി തരാടി മോളെ. ഓ, ഞാൻ എന്നാ ചായ എടുക്കാട്ടാ. എടാ മോനെ, നിന്നെ കാണാൻ അവരിതേ വിളിക്കണുണ്ട്. അങ്ങോട്ട് ചെല്ല്. മക്കള് മുകളിലോട്ട് സംസാരിക്കാൻ പോയിട്ട് വന്നില്ലല്ല. സംസാരിക്കട്ടെ, അവരൊന്നിച്ചല്ലേ ജീവിക്കേണ്ടത്. ഇന്നാ ചേച്ചി ചായ കുടിക്ക്. കട്ടൻ ചായന് ഇഷ്ടമെന്ന് പറഞ്ഞോണ്ട് അതാണ് എടുത്തേക്കണത്. എന്നാ ഓ അത് മതി ചേച്ചി. ഞങ്ങൾ പാലങ്ങനെ മേടിക്കാറില്ല, അത് പണ്ടേ ഉള്ള ശീലമാണ്. പിന്നെ മോനും കട്ടൻ ചായയാണ് ഇഷ്ടം, എനിക്കും അതെ. ഇനിയിപ്പോൾ മോള് വരുമ്പോൾ പാലൊക്കെ മേടിക്കണം. മോള് പാലല്ലേ കുടിക്കുള്ളൂ. ഓ അവക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല, എന്താണെങ്കിലും അവള് കുടിക്കും. ഭയങ്കര ചൂടുണ്ടല്ലേ, ഞങ്ങൾ കുറച്ച് ആറിയിട്ടൊക്കെ കുടിക്കുന്ന ആൾക്കാരാ, തിളച്ച വഴി കുടിക്കാറില്ല. ഓ എന്നാ എത്തിത്തരാത്താ. അയ്യോ വേണ്ട പതുക്കെ ആറിക്കോട്ടെ, മോൻ വരാനും സമയം എടുക്കുമല്ലോ. അയ്യോ മോനെ, എന്റെ പൊന്നോ വലിയേട്ടൻ. ഞാൻ മൃതക്കുട്ടിയുടെ അമ്മാവനാണ്. ഇതെന്താണ് ഇങ്ങനെ വല്ല വട്ടുള്ള ആളാണ്? അയ്യോ വട്ടൊന്നുമില്ല, പുള്ളി ബിരിയാണി കടയിലാണ് ജോലി ചെയ്തിരുന്നത്. സ്വന്തമായിട്ടൊരു ബിരിയാണി കട വേറെ ഉണ്ട്. അപ്പം അവിടെ ഒരു യൂട്യൂബർ വന്ന്, ഈ ഫുഡ് വ്ളോഗറേ. അപ്പം പുള്ളി വന്നിട്ട് ബിരിയാണി കഴിച്ചോണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ചേട്ടൻ വിളമ്പി അങ്ങോട്ട് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഓ എന്ന് പറഞ്ഞ് ചേട്ടൻ ഒന്ന് പറഞ്ഞു അറിയാണ്ട്. അപ്പോൾ ചെക്കൻ പേടിച്ച് യൂട്യൂബറേ. അപ്പം അവൻ പറഞ്ഞാൽ ഞെട്ടിക്കൽ ബിരിയാണി ഇടാ, അപ്പം എല്ലാവരും വീഡിയോ കാണുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞെട്ടിക്കൽ ബിരിയാണി ഇട്ട് വയറിലായി. ചേട്ടൻ ഇപ്പം ഞെട്ടിച്ച് എല്ലാത്തിൻ്റെ ഒപ്പം ഞെട്ടിക്കലായി. അതുകൊണ്ട് തന്നെ ഇപ്പം ഇറങ്ങാറില്ല പുറത്തോട്ടേ. ഇറങ്ങിയ എന്തെങ്കിലും ഒരു വർത്താനം പറഞ്ഞാൽ പുള്ളീൻ്റെ ഒപ്പം ഒരു ഹോവെടുത്ത് പേടിപ്പിക്കും. അതുകൊണ്ട് ആരും അടുപ്പിക്കുകയില്ല. അതുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു, പറയാൻ ഞാൻ വിട്ടുപോയി. ആ എന്നെ അന്വേഷിച്ചു പറഞ്ഞു. എന്താ ഞാൻ അന്വേഷിച്ചൊന്നുമില്ല. പേടിക്കണ്ട, വലിയേട്ടനൊന്ന് അകത്തോട്ട് പോയേ. ഇയാൾക്ക് എന്തോ കാര്യമായിട്ടുള്ള കുഴപ്പമുണ്ട്. ഇല്ലെങ്കിൽ അകത്തുണ്ടായിട്ട് ഇവരെന്താ പറയാഞ്ഞത്? എന്നാ പിന്നെ ഞങ്ങൾ രണ്ടുപേരെ പോയിട്ട് പിന്നെ വരാം. മോനെ ഇങ്ങോട്ട് വന്നേ. അമ്മയുടെ ശബ്ദമല്ലേ കേട്ടത്? അമ്മ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വാ അങ്ങോട്ട് പോവാ. ഓ ഇതാണോ മോൻ?
അയ്യോ എന്റെ മോൻ. അയ്യോ രാഹുലേട്ടൻ എന്തെങ്കിലും പറ്റിയോ? ഏയ് കുഴപ്പമില്ല. പെട്ടെന്ന് ഒരൊച്ചേട്ടപ്പേ ഞാൻ പേടിച്ചു പോയി. ഇതൊക്കെ വലിയേട്ടന്റെ തമാശകളാണേ. എല്ലാരെയും ഇങ്ങനെ ഇടക്കിടക്ക് ഞെട്ടിക്കും പുള്ളി. ഇതത്ര തമാശയായിട്ടൊന്നും എനിക്ക് തോന്നണില്ല. മാമോനെ പോവാം. അയ്യോ അമ്മ, സോറി മോളെ, അമ്മക്ക് ഇഷ്ടമല്ലെങ്കിൽ ഈ കല്യാണം നടക്കില്ല കേട്ടോ. രാഹുലേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞാണ് വല്യമാനെ പുറത്തോട്ട് കൊണ്ടുവരല്ലേന്ന്. എന്റെ കല്യാണം മുടങ്ങി. ഇനി എന്റെ ലിസ്റ്റിൽ ആരുമില്ല അമ്മേ. ആരാണ് ചേട്ടനോട് ഇപ്പൊ ഇറങ്ങി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? എന്നോട് അമ്മയാണ് പറഞ്ഞത് എന്നെ അന്വേഷിക്കുന്നുണ്ടെന്ന്. അമ്മേ ഇങ്ങോട്ടൊന്ന് വന്നേ. ഞാനിവിടെ തന്നെ ഉണ്ട് മോളെ. എന്തിനാണ് അമ്മ എന്റെ മോളുടെ കല്യാണം മുടക്കിയത്? അതിന് ഞാൻ എന്തെന്നാണ് കല്യാണം കോളാക്കിയത്? മുടക്കിയില്ല. അവനവിടെ ഒറ്റക്കാ റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നു. അതാവുമ്പോ നിങ്ങളുടെ രണ്ടുപേരുടെയും വർത്താനം അങ്ങോട്ട് കേട്ടിരുന്നോട്ടെ എന്ന് ഞാനും വെച്ച് അതാ അവനോട് ഇങ്ങോട്ട് വന്നിരിക്കാൻ പറഞ്ഞത്. എല്ലാം കൊളാക്കിയല്ല. ഇനി എന്റെ മോളെ കല്യാണം കഴിക്കാൻ ആര് വരും? ആകെ ഉണ്ടായിരുന്ന ഒരു പ്രേമമായിരുന്നു, അത് പോയില്ലേ. നീ പേടിക്കണ്ടീ, ഇപ്പൊ അവളെ കല്യാണം കഴിക്കാൻ ആര് വന്നില്ലെങ്കിലേ ഞാൻ പറഞ്ഞ അവളെ കെട്ടാൻ തയ്യാറായിട്ടുള്ള ഒരാളുണ്ട്. ആരാ വല്യമാമ അത്? ഫുഡ് ബ്ലോഗിങ്ങില് തരംഗം സൃഷ്ടിച്ച ഒരു ഈച്ച പോലും കേറാതിരുന്ന എന്റെ കടയില് ജനത്തിരക്കാക്കിയ സുധി ഫുഡ് ഡയറീസ്. ഒരു യൂട്യൂബറിനെ കല്യാണം കഴിക്കുന്നതിന് കുഴപ്പമുണ്ടാ നോക്ക്? അയ്യോ അതിന് കുഴപ്പമൊന്നുമില്ല വല്യമാമ. എനിക്കാണെങ്കിൽ യൂട്യൂബേഴ്സിന് ഇഷ്ടാ. ഞാൻ ഹാപ്പി ആയിട്ടാ. ഓ നല്ല മോളെ തന്നെ, അപ്പഴേക്കും ഒക്കെ അത് മതി. കണ്ടാ, വിധിച്ചതേ വരൂ. കമ്മലിട്ടവൻ പോയ കടുക്കനിട്ടവൻ വരൂ എന്ന് പറഞ്ഞത് ചിലപ്പോ ഇതായിരിക്കും അല്ലേ. പിന്നെ ഈ കല്യാണം നടന്നത് തന്നെ എനിക്കറിയാടി. നിന്റെ മോളുടെ കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വീട് ഭാഗം വെക്കുമെന്ന്, എന്നെ കൊണ്ട് വൃദ്ധസ്ഥാനത്തിലാക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഈ ജന്മം അവക്കൊരു കല്യാണം ഞാനായിട്ട് നടത്തൂല. ഹലോ, ഞാൻ വീഡിയോയുടെ ഇടയിലായിട്ട് പ്രവാസികൾക്കായിട്ടുള്ള ടേം ഇൻഷുറൻസിന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ നാട്ടിലെ പ്രവാസികളുടെ വരുമാനം കൊണ്ട് മാത്രം കഴിയുന്ന ഒട്ടനവധി കുടുംബങ്ങളുണ്ട്. പ്രവാസി ഇല്ലാതായ പിന്നെ അവരുടെ കുടുംബത്തിന് ഭാവിയിൽ തുടർന്നും സാമ്പത്തികപരമായി ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ വേണ്ടി നാട്ടിൽ നിന്നും ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ കുറഞ്ഞ ചെലവിൽ പ്രവാസികൾക്ക് ടേം ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്നതാ ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. താങ്ക്